മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വണ്ണം കൂട്ടാനുള്ള ആയുർവേദ മരുന്നുകളെ പറ്റിയുള്ള കഴിഞ്ഞ എൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഏറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് പ്രമേഹ രോഗികൾക്ക് മധുരമുള്ള ലേഹ്യങ്ങളൊക്കെ കഴിക്കാതെ സുരക്ഷിതമായിട്ട് ശരീരപുഷ്ടി എങ്ങനെ നേടാമെന്നുള്ളത്. സാധാരണ നമ്മൾ വണ്ണം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ശർക്കരയും തേനും ഒക്കെ അടങ്ങിയ ലേഹ്യങ്ങൾ ഷുഗർ ഉയർത്താനുള്ള സാധ്യത ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് ഒട്ടും അനുയോജ്യമല്ല. എന്നാൽ ശരീരം മെലിയുന്ന പ്രമേഹ രോഗികൾക്ക് വലിയൊരു പ്രശ്നമായതിനാൽ മധുരമില്ലാതെ എന്നാൽ പക്ഷേ ബലം നൽകുന്ന ആയുർവേദ ഔഷധങ്ങളും ശരിയായ ഭക്ഷണ രീതികളും വഴി ആരോഗ്യകരമായി എങ്ങനെ ശരീരപുഷ്ടി വീണ്ടെടുക്കാൻ കഴിയും എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ആദ്യം എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾ മെലിയുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രമേഹം വരുമ്പം നമ്മുടെ ശരീരം മെലിയുന്ന പ്രധാനമായിട്ടും ധാതുക്ഷയം എന്ന അവസ്ഥ കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. പ്രമേഹമുള്ളവരിൽ ഈ ഇൻസുലിൻ ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പം കോശങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജമൊക്കെ കിട്ടാതെ വരും. ഈ സമയത്ത് ഊർജത്തിനായിട്ട് നമ്മളെ ശരീരത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പിനെ നമ്മളെ മാംസപേശികളെയൊക്കെ ശരീരം തന്നെ ഉപയോഗിക്കാനായിട്ട് അങ്ങ് തുടങ്ങും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മളെ ശരീരം മെലിഞ്ഞു പോകും. അതുകൊണ്ട് വെറുതെ നമ്മൾ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അഗ്നിബലം അല്ലെങ്കിൽ നമ്മളുടെ ഡൈജഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമ്മളുടെ കോശങ്ങളിലേക്ക് ശരിയായിട്ട് പോഷണം എത്തത്തുള്ളൂ. അപ്പൊ പ്രമേഹ രോഗികൾക്ക് വണ്ണം വയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അശ്വഗന്ധ ചൂർണമാണ്. അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം ഇത് ചൂർണ രൂപത്തിൽ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലായിട്ട് മധുരമില്ലാത്ത ഒരു പൗഡറായിട്ട് തന്നെ നമുക്ക് ഇത് ലഭിക്കും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ പേശികൾക്കൊക്കെ ബലം നൽകാനും നമ്മളെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാനും നല്ല ഉറക്കം കിട്ടാനുമായിട്ടൊക്കെ ഇത് സഹായിക്കും. പ്രമേഹം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഈ അശ്വഗന്ധ ചൂർണം കഴിക്കുമ്പോഴത്തേക്ക് അത് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇതിന്റെ ഡോസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു 3 മുതൽ ഒരു 5 ഗ്രാം, അതായത് ഒരു ചെറിയ ടീസ്പൂൺ പൊടി എടുക്കുക. ഇത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ കൊഴുപ്പ് നീക്കിയ പാലിലോ കലക്കിയിട്ട് രാത്രി നമുക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് നല്ല രീതിയിൽ പ്രമേഹ രോഗികൾക്ക് സുരക്ഷിതമായിട്ട് വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത് പറയുന്നത് വിതാര്യാദി ചൂർണം അല്ലെങ്കിൽ വിതാര്യാദി ഘൃതം. വിതാര്യാദി ചൂർണം എന്ന് പറയുന്ന പൗഡർ രൂപത്തിൽ കിട്ടുന്നതാണ്. വിതാര്യാദി ഘൃതം എന്ന് പറയുന്നത് നെയ്യ് രൂപത്തിൽ കിട്ടുന്നതാണ്. നമ്മളെ ശരീരപുഷ്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് വിതാരിക്കിഴങ്ങ് അല്ലെങ്കിൽ നമ്മൾ പാൽമുതുക്ക് എന്നൊക്കെ ഇതിനെ പറയും. ഇത് നമുക്ക് മധുരമില്ലാത്ത ചൂർണ രൂപത്തിൽ അല്ലെങ്കിൽ നെയ്യുടെ രൂപത്തിലൊക്കെ നമുക്കിത്. നെയ്യ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട. കൊളസ്ട്രോൾ ഇല്ലാത്ത മെലിഞ്ഞ പ്രമേഹ രോഗികൾക്ക് ചെറിയ അളവിൽ നമുക്ക് ഈ വിതാര്യാദി ഘൃതം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഉച്ചഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക നമ്മളെ ശരീര ബലമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. എന്നാലും കൊളസ്ട്രോൾ ഉള്ളവർ നെയ്യ് ഒഴിവാക്കിയിട്ട് ചൂർണം മാത്രം കഴിക്കുക. ചൂർണത്തിന്റെ ഡോസ് നേരത്തെ അശ്വഗന്ധ ചൂർണം പറഞ്ഞ കണക്ക് തന്നെയാണ് ഈ ഡോസ്. ഇനി മൂന്നാമത് ഞാൻ പറയുന്നത് ഇന്ദുകാന്ത ഘൃതത്തിനെ പറ്റിയാണ്. പല പ്രമേഹ രോഗികൾക്കും ഈ പ്രമേഹത്തോടൊപ്പം തന്നെ അവർക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളും അവർക്ക് വയറ് വീർക്കലും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് ദഹനം കൂട്ടാനും പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും ശരീരത്തിന് ഒരു പുഷ്ടിയൊക്കെ നൽകാനായിട്ട് ഈ ഇന്ദുകാന്ത ഘൃതം വളരെ നല്ലതാണ്. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നേരത്തെ വിതാര്യാദി ഘൃതം പറഞ്ഞ ഡോസിൽ കഴിക്കാവുന്നതാണ്. ഇത് കൂടുതലും രാത്രി നമ്മൾ ഒരു ടീസ്പൂൺ ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഇളം ചൂടുവെള്ളവും കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് എപ്പോഴും ഉത്തമം. ഇനി നാലാമത് ഞാൻ പറയുന്ന നമ്മളുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു മരുന്നിനെ പറ്റിയാണ്. അത് സി ഹെൽത്ത് ഷുഗർ ഫ്രീ ഗ്രാനുൾസിനെ പറ്റിയാണ്. ഇതൊരു ഡെയിലി ഹെൽത്ത് സപ്പോർട്ട് നൽകുന്ന ഒരു ആയുർവേദ സപ്ലിമെന്റ് ആയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഷുഗർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഉണ്ടാകുമോ എന്നുള്ള ഭയം ഒന്നും നമുക്ക് വേണ്ട. ഇതിലുള്ള നെല്ലിക്ക അല്ലെങ്കിൽ ആമലക്ക് നമ്മളെ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഒക്കെ മെച്ചപ്പെടുത്താനായിട്ടും പിന്നെ ഒരു ആന്റി ഓക്സിഡന്റ് സപ്പോർട്ടൊക്കെ നൽകാനായിട്ട് സഹായിക്കും. നമുക്കൊരു സ്ട്രെസ്സും പിന്നെ നമുക്ക് വരുന്ന ഒരു ക്ഷീണമൊക്കെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അതിനാൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഡയബറ്റിക് മാനേജ്മെന്റിനോടൊപ്പം തന്നെ ഒരു ഓവറോൾ വെൽനെസ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി പിന്നെ നമ്മളുടെ എനർജിയൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ നമുക്കിത്
ഉപയോഗിക്കാവുന്നതാണ്. ഇനി പ്രമേഹ രോഗികൾക്കുള്ള ഭക്ഷണ രീതികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രമേഹ രോഗികൾ ചോറ് വാരി വലിച്ച് തിന്നു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും, അപ്പം ഷുഗറും കൂടും. അപ്പം നമ്മൾ തടി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യവം അല്ലെങ്കിൽ ബാർലി. ഈ ബാർലി നമുക്ക് വേവിച്ചിട്ട് നമുക്കിത് കഞ്ഞിയായിട്ടോ സൂപ്പായിട്ടോ അല്ലെങ്കിൽ ചോറിന് പകരമൊക്കെ കഴിക്കുന്ന നമ്മളെ ശരീരത്തിലെ കഫം കൂട്ടാതെ തന്നെ നമ്മളുടെ ബലമൊക്കെ കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ബാർലി സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ചെറുപയർ. ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മളുടെ പേശികളൊക്കെ വളരാനായിട്ട് ഇത് സഹായിക്കും. ഇത് മുളപ്പിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇത് വേവിച്ച് കറിയായിട്ട് കഴിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്കൊക്കെ ദഹനത്തിന് എളുപ്പം. ഇനി മാംസാഹാരം കഴിക്കുന്ന പ്രമേഹ രോഗികളാണെങ്കിൽ ആട്ടിറച്ചിയുടെ സൂപ്പ് അല്ലെങ്കിൽ അജമാംസരസം വളരെ നല്ലൊരു മരുന്നാണ്. ആട്ടിറച്ചിയിലെ കൊഴുപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതിന് ശേഷം കുറച്ച് കുരുമുളകും കുറച്ച് മഞ്ഞളും ഇഞ്ചി തുടങ്ങിയ മരുന്നുകളൊക്കെ ചേർത്തിട്ട് സൂപ്പ് വെച്ച് കഴിക്കുന്നത് പേശികൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു ബലമൊക്കെ നൽകും. ഇത് ആഴ്ചയിൽ നമുക്കൊരു 2 or 3 തവണയൊക്കെ ഒരാഴ്ചയിൽ കഴിക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം, അമിതമായിട്ടുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങളോ ബേക്കറി ഭക്ഷണങ്ങളോ ഒക്കെ കഴിച്ച് തടി വയ്ക്കാൻ ശ്രമിക്കരുത്. അത് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. ഇനി അടുത്തത് പ്രമേഹ രോഗികൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് പുരട്ടാൻ പറ്റുന്ന ഒരു എണ്ണയെ പറ്റിയാണ് പറയുന്നത്. ഇത് ബല അശ്വഗന്ധാദി തൈലം അല്ലെങ്കിൽ ബല അശ്വഗന്ധ ലാക്ഷാദി തൈലം ഒക്കെ പുറമേ പുരട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ തൈലം എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇത് ശരീരമാസകലം നമ്മൾ തേച്ച് പിടിക്കുക. കുളിക്കുന്നതിന് ഒരു 15 തൊട്ട് 20 മിനിറ്റ് മുമ്പ് നമ്മൾ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇത് കുളിക്കുമ്പോൾ കഴുകി കളയുന്നത് എപ്പോഴും നമ്മളുടെ ശരീരപേശികൾക്ക് നേരിട്ട് ബലം നൽകാനായിട്ട് സഹായിക്കും. പിന്നെ പ്രമേഹം മൂലം ഉണ്ടാവുന്ന കൈകാലുകൾക്കൊക്കെ തരിപ്പും വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഞാൻ പറയുന്ന മരുന്നുകളൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും പിന്നെ പ്രമേഹത്തിന്റെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് വളരെ വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്യൂ. ഇനി ഇത്തരം കൂടുതൽ ആരോഗ്യപരമായ ഹെൽത്ത് ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. നമസ്കാരം.